ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നമുക്ക് വേണ്ടി കാൽവറിയിൽ പരമയാഗമായി തീർന്ന ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. നമ്മെ സ്നേഹിച്ചുകൊണ്ട്, നമ്മെ ജീവന് തുല്യം സ്നേഹിച്ച് ഓരോ തുള്ളി രക്തവും തന്ന ആ ക്രിസ്തുയേശു നമ്മെ സ്നേഹിക്കുന്നു. പിതാവായ ദൈവം സ്വന്തം പുത്രനെ ആദരിക്കാതെ നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചു. നാം പാപികളായിരുന്നപ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ചു. ആ വലിയ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. പ്രൈസ് ഗോഡ്. ഇന്നൊരു ചെറിയ ചിന്തയുമായിട്ടാണ് വന്നിരിക്കുന്നത്. പലരും എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ്, കർത്താവ് നമ്മെ പണിഷ് ചെയ്യുമോ? പ്രത്യേകിച്ച് വചനം പറയുന്നവർ, ക്രിസ്ത്യാനികളായവർ, അല്ലെങ്കിൽ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരെ എന്തെങ്കിലും മറ്റുള്ളവർ പറഞ്ഞാലോ ഉപദ്രവിച്ചാലോ അവർക്ക് പെട്ടെന്ന് തന്നെ അടി കിട്ടത്തില്ലേ? ഉപദ്രവം കിട്ടത്തില്ലേ? കർത്താവ് ശിക്ഷിക്കത്തില്ലേ? അങ്ങനെയുള്ളവരെയൊക്കെ എന്തെങ്കിലും രീതിയിൽ ഉപദ്രവിച്ചാൽ എന്നുള്ള ഒരു ചോദ്യമാണ് പലർക്കുമുള്ള ഒരു ചിന്താഗതിയാണ്. ഞാനിപ്പോൾ വചനം പറയുന്നു, ഞാൻ കർത്താവിൻ്റെ പ്രഷ്യസ് മകളാണ്. അതുകൊണ്ട് എന്നെ ആരെങ്കിലും ഉപദ്രവിച്ചാലോ കുറ്റം പറഞ്ഞാലോ അനീതിയായിട്ട് സംസാരിച്ചാലോ ഒക്കെ ഉടനടി അവർക്ക് എന്തെങ്കിലും ഒരു പണിഷ്മെൻറ്റ് ദൈവം കൊടുക്കുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഓഫ് കോഴ്സ് ഞാൻ കർത്താവിൻ്റെ പ്രഷ്യസ് ചൈൽഡാണ്. ഞാൻ അവൻ്റെ കൺമണിയാണ്. എന്നെ ഒരുപാട് കർത്താവ് സ്നേഹിക്കുന്നു. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ സ്നേഹിക്കുന്നു അതിലൊക്കെ ഉപരിയായിട്ട് അതിലൊക്കെ ഒത്തിരി ഉപരിയായിട്ട് ദൈവം നമ്മെ ക്രിസ്തുയേശുവിൽ കൂടി സ്നേഹിച്ചു, ഇന്നും സ്നേഹിക്കുന്നു. എന്നാൽ നമ്മെ ഉപദ്രവിക്കുന്ന ഓരോരുത്തരെയും, നമ്മെ വാക്കുകൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ഉപദ്രവിക്കുന്ന ഓരോരുത്തരെയും അന്നേരം പണിഷ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ ജോലിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വചനത്തിലുണ്ട്, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. മരണമെന്ന് പറയുമ്പോൾ നിത്യതയിലുള്ള മരണമാണ്. നിത്യതയിലോട്ട് നമുക്ക് പ്രവേശനമില്ലാതെ നമ്മുടെ ആത്മീക മരണത്തെ പറ്റിയാണ് പറയുന്നത്. അല്ലാതെ ഉടനടി പാപത്തിന് ഒരു ഭൗതികമായിട്ടുള്ള ഒരു പണിഷ്മെൻ്റ് അല്ല. കാരണം യേശു കർത്താവ് വന്നത് പാപികളായി നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചത് കൊണ്ടാണ്. ഇന്നും കർത്താവ് സ്നേഹിക്കുന്നു. നമ്മെ ഓരോരുത്തരെയും ആ പുത്രൻ്റെ രാജ്യത്തിലോട്ട് ദൈവം വിളിക്കുകയാണ്, സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലോട്ട്. അപ്പോൾ അത്രയും വലിയൊരു സ്നേഹം എങ്ങനെയാണ് നമ്മളോട് ഓരോരുത്തരോടും ക്ഷമിക്കാതെ ഇരിക്കുന്നത്? ഞാൻ മനസ്സിലാക്കിയ ദൈവം സ്നേഹമാണ്. സ്വന്തം പുത്രനെ ആദരിക്കാതെ എന്നെ സ്നേഹിച്ച ആ ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. 99 വിട്ട് 1 തേടിപ്പോയ സ്നേഹം, സ്തോത്രം. തിരിച്ചു വന്ന മുടിയൻ പുത്രൻ എന്ന് നമ്മൾ പറയുന്ന ആ നശിച്ചുപോയ ആ പുത്രൻ തിരിച്ചു വന്നപ്പോൾ ആ പിതാവെ എത്ര സ്നേഹത്തോടു കൂടിയാണ് ആ മകനെ റിസീവ് ചെയ്തത്, വെൽക്കം ചെയ്തത്. അവിടെ ഉണ്ടായിരുന്ന മകനെക്കാട്ടിലും കൂടുതൽ കാരുണ്യത്തോടുകൂടി ആ തിരിച്ചു വന്ന നശിപ്പിച്ചിട്ട് പോയ മകനെ സ്വീകരിച്ച ആ സ്നേഹമാണ്, പിതാവിൻ്റെ സ്നേഹം യേശു കർത്താവ് നമ്മളെ വരച്ചു കാണിക്കുന്നത്. ആ സ്നേഹം നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റുകൾ ചെയ്തതുകൊണ്ട് പണിഷ് ചെയ്യുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. തീർച്ചയായിട്ടും ഒരു പാപത്തിനൊരു ശമ്പളം, ഒരു പണിഷ്മെൻ്റ് ഉണ്ട്. അത് നമ്മളെ മരിപ്പിക്കുന്നതാണ്, നമ്മുടെ ആത്മാവിനെ മരിപ്പിക്കുന്നതാണ്. എന്നാൽ അതുവരെയും കർത്താവ് നോക്കിക്കൊണ്ടേയിരിക്കും. ഇവൾ തിരിച്ചു വരുന്നുണ്ടോ? കർത്താവ് എപ്പോഴും വാതിൽകൾ വന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചോദിച്ചുകൊണ്ട്, എനിക്ക് നീ വെൽക്കം ചെയ്യാമോ, എന്നെ നീ റിസീവ് ചെയ്യാമോ എന്ന് ചോദിച്ച് വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രയോ പ്രാവശ്യം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ മുട്ടിയിട്ടുണ്ട്. എൻ്റെ ഹൃദയത്തിൽ എത്രയോ പ്രാവശ്യം എന്നെ മുട്ടി തുറന്നതാണ്. ഹല്ലേലൂയ. കർത്താവ് തുറന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ തുറന്നു കൊടുത്തപ്പോഴാണ് എൻ്റെ ഉള്ളിൽ കയറിയത്. എന്നാൽ പല ചാൻസുകൾ ഉണ്ടായിരുന്നു. ഒരുപാട് ചാൻസ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ കർത്താവിനൊന്ന് തുറന്നു കൊടുത്തത്. ഹല്ലേലൂയ. അതിനാൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും അവർക്ക് ഉടനടി പണിഷ്മെൻ്റ് ഒന്നും ദൈവം കൊടുക്കത്തില്ല. കാരണം അവനെയും സ്നേഹിക്കുന്നു. എല്ലാ നീതിമാന്മാർക്കും വേണ്ടി അല്ല ക്രിസ്തു വന്നത്. കർത്താവ് പാപികളായപ്പോൾ തന്നെയാണ് എന്നെ സ്നേഹിച്ചത്. പാപികൾക്ക് വേണ്ടിയാണ് വന്നത്. അപ്പോൾ എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും, നമ്മളെ ഓരോരുത്തരെയും, ക്രിസ്ത്യാനികളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും ദൈവം ഉടനെ തന്നെ ആ പണിഷ്മെൻറ്റും കൊണ്ട് പോവുകയല്ല. അവനെയും സ്നേഹിക്കുന്നുണ്ട്. അവനെ തീർച്ചയായിട്ടും ആ പുത്രൻ്റെ രാജ്യത്തിലാക്കുവാൻ പിതാവിന് ഇഷ്ടമാണെങ്കിൽ അവൻ എന്തെങ്കിലും ചെറിയ ഒരു ശിക്ഷ കൊടുത്തിട്ട് വന്നെന്നിരിക്കും. അതെല്ലാവരിലും നാം കാണുന്നില്ലല്ലോ. ഞാനും ചോദിക്കുന്നത്, സ്തേഫാനോസ് കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു. അതുകൊണ്ടല്ലേ യേശു കർത്താവ് അവിടെ സിംഹാസനത്തിൽ എഴുന്നേറ്റ് നിന്നെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ആ സ്തേഫാനോസിനെ ഉപദ്രവിച്ചവരെ ആരെയും
കർത്താവ് പണിഷ് ചെയ്തെന്നോ അവൻ ഉടനടി മയങ്ങി വീണെന്നോ അവൻ എന്തെങ്കിലും പറ്റിയെന്നോ ഒന്നും വചനം പറയുന്നില്ല. ഒരുപക്ഷെ പറ്റി കാണുമായിരിക്കും, അതൊന്നും നമുക്കറിയത്തില്ല. എന്നാൽ അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് സ്തേഫാനോസിനെ റിസീവ് ചെയ്തെന്നാണ്. സ്തേഫാനോസിന് ഏത് പണിഷ്മെൻറ്റും കൊണ്ടാണ് അങ്ങനെ അവരാൽ കല്ലേറ് കിട്ടിയത്? കല്ലെറിഞ്ഞവരെ പോലും കർത്താവ് പണിഷ് ചെയ്തിട്ടില്ല. കർത്താവ് അവിടെ എഴുന്നേറ്റ് നിന്ന് വെൽക്കം ചെയ്തു. പ്രൈസ് ഗോഡ്. അത് കർത്താവിൻ്റെ പദ്ധതിയായിരുന്നു. നമുക്ക് ചിന്തിക്കാം, ഒരു പക്ഷേ സ്തേഫാനോസ് ഒത്തിരി നാൾ കൂടി ജീവിച്ചിരുന്നാൽ പൗലോസ് അപ്പോസ്തലനെക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് ദൈവരാജ്യത്തിന് പ്രയോജനപ്പെട്ടേനുമായിരുന്നു എന്ന്. അത് ദൈവം അറിയുന്നു, അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഉപദ്രവിക്കുന്ന എല്ലാവരെയും പണിഷ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് പൗലോസ് അപ്പോസ്തലൻ ഈ ദൈവസഭയിലെ അംഗമായത്? പാപികളിൽ പ്രധാനിയായിരുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ആ വലിയ സ്നേഹത്താൽ പിടിക്കപ്പെട്ടവനായ പൗലോസ് അപ്പോസ്തലൻ ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ച പൗലോസ് അപ്പോസ്തലനോട് ചോദിച്ചത്, നീ എന്നെ എന്തിനാണ് ഉപദ്രവിക്കുന്നതെന്ന്. നമ്മെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അത് ദൈവത്തെ ഉപദ്രവിക്കുന്നത് പോലെയാണ്. അത് കൈകാര്യം ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ ജോലിയാണ്. ദൈവം എങ്ങനെ ചെയ്യുന്നുവെന്ന് നാം നോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഉടനടി അങ്ങോട്ട് പണിഷ്മെൻറ്റ് കിട്ടുമെന്ന് എനിക്ക് വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ഗ്രഹാം സ്റ്റെയിനെ പറ്റി അറിയാം. നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് കൊല ചെയ്യപ്പെട്ട ആ ഒരു വലിയ വ്യക്തി, അവിടെ ഏത് പണിഷ്മെൻ്റാണ് ഇമ്മീഡിയറ്റായിട്ട് അവിടെ നടന്നത്? അവിടെ നടന്നിട്ടുണ്ട്. അവരത് കണ്ട് പലരും ദൈവസഭയിൽ ചേർന്നു. അപ്പോൾ ദൈവം എന്തെങ്കിലും ഒരു അത്ഭുത പ്രവൃത്തികൾ ചെയ്താൽ ദൈവത്തിന് ഒരു പർപ്പസ് ഉണ്ട്. ദൈവം വെറുതെ ആർക്കും ഒരു അത്ഭുത പ്രവൃത്തികളൊന്നും ചെയ്യത്തില്ല. ദൈവം ആരാണ്ട് വലിയ ആടാണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് അത്ഭുത പ്രവൃത്തികളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ദൈവം അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാളെങ്കിലും ദൈവരാജ്യത്തിന് സ്വന്തമാകുവാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ഗോഡ്. അല്ലാതെ ദൈവം വലിയ ആളാണെന്ന് കാണിക്കുവാൻ വേണ്ടി ദൈവത്തിന് അത്ഭുത പ്രവൃത്തി കണ്ട് നമ്മളെ വിസ്മയിപ്പിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാരണം ദൈവം വലിയ ആൾ തന്നെയാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ നമ്മൾ ഈ അനുഭവത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്, കർത്താവ് എന്തെങ്കിലും ഒരു അത്ഭുത പ്രവൃത്തി ചെയ്താൽ ഞാനൊരു കർത്താവിൻ്റെ വലിയ പ്രിയ മകളായതുകൊണ്ടല്ല. ദൈവത്തിന് അതിൻ്റെ പിന്നിലൊരു പർപ്പസ് ഉണ്ട്. എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ കർത്താവിനോട് ചേർന്ന് നിത്യതയിൽ വസിക്കുവാൻ വേണ്ടിയിട്ടാണ്. അതിനുപരിയായിട്ട് ഈ ലോകത്തിൽ എനിക്ക് നന്മ തരണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. എന്നാൽ സ്വർഗരാജ്യത്തിന് അത് എൻ്റർ ചെയ്യുവാൻ എന്തെങ്കിലും അത് തടസ്സമുണ്ടെങ്കിൽ കർത്താവ് അത് ചെയ്യുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലർക്കൊക്കെ നമുക്കറിയാം, ദൈവമക്കൾക്കെതിരായിട്ട് പറയുന്നവർക്കൊക്കെ ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടായിരിക്കും. ഞാൻ ചിന്തിക്കുന്നത്, അവനെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അവനത് ലഭിച്ചതുകൊണ്ട് ദൈവത്തെ വിശ്വസിക്കാനും ദൈവസഭയിൽ വരുവാനും നിത്യതയിൽ അംഗമാകുവാനും അത് അവന് ഉപകാരമാകും. ചിലർക്കൊക്കെ അത് കാണാതെ പോകുന്നു. കർത്താവിനൊരു പക്ഷേ എത്ര പണിഷ്മെൻറ്റ് കൊടുത്താലും, എത്ര ചെറിയ അടികൾ, പണിഷ്മെൻ്റ് എന്ന് പറയുമ്പോൾ അപ്പൻ മക്കളെ ശിക്ഷിക്കുന്നത് പോലെയുള്ള ചെറിയ അടികൾ അവരുടെ ജീവിതത്തിൽ വരുവാണെങ്കിൽ അതുകൊണ്ട് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ എന്തു പ്രയോജനം? മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ചാണ് നിത്യതയിൽ സന്തോഷമുള്ളത്, സ്വർഗരാജ്യത്ത് സന്തോഷമുള്ളത്. പ്രൈസ് ഗോഡ്. അതിനാൽ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു പണിഷ്മെൻ്റ് എന്നും തോന്നുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു ചിന്തയോ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് പണിഷ് ചെയ്യത്തില്ല. ആ പണിഷ്മെൻറ്റ് നിന്നെ മോൾഡ് ചെയ്യുന്നതായിരിക്കണം, നിന്നെ രൂപാന്തരപ്പെടുത്തുന്നതായിരിക്കണം, അത് ക്രിസ്തുവിനോടുകൂടി ചേർക്കുന്നതായിരിക്കണം. അത് നിത്യതയിൽ അംഗമാകുവാൻ തക്കവണ്ണം നമ്മെ അത് മോൾഡ് ചെയ്ത് രൂപാന്തരപ്പെടുത്തി ഓരോ സ്റ്റെപ്പും നാം ക്രമീകരിക്കപ്പെടുവാൻ തക്കവണ്ണമുള്ളതായിരിക്കണം. പ്രൈസ് ഗോഡ്. ചിലർക്ക് എനിക്കറിയാം എത്ര വലിയ പ്രാർത്ഥനയും കർത്താവിനോടുകൂടി അടുത്തതാണെന്നൊക്കെ തോന്നിയാലും ചിലപ്പോഴൊരു പ്രശ്നം വരുമ്പോൾ അവർ ദൈവത്തിൽ നിന്ന് മാറി ദൈവത്തെ കുറ്റം പറഞ്ഞ് മാറിപ്പോകുന്നതായിരിക്കും. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, കർത്താവിൽ നിന്നുള്ള ചെറിയ ശിക്ഷകളാണെങ്കിൽ, ബാലശിക്ഷകളാണെങ്കിൽ ദൈവം നമ്മെ ദൈവത്തോട് ചേർക്കുവാനായിട്ട് ഉള്ളതായിരിക്കും. നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതാണെങ്കിൽ, ആർക്കാണ് ദൈവത്തിൽ നിന്ന് അകന്ന് നമ്മെ മാറ്റിക്കൊണ്ടുപോകാനുള്ള താല്പര്യമുള്ളത്? അത് തീർച്ചയായിട്ടും ദുഷ്ടനല്ലേ. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഏതെങ്കിലും ഒരു എൻ്റെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ ദൈവത്തിൽ നിന്ന് എന്നെ അകറ്റുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ വിചാരിച്ചോണം അത് ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് എതിരാളിയിൽ നിന്നുള്ളതാണ്. അപ്പൻ മക്കളോട് കരുണ തോന്നുന്നത് പോലെ എന്നെ ചില ബാലശിക്ഷകൾ തരുന്നത് എൻ്റെ ചില വാക്കുകൾ ക്രമീകരിക്കുവാനായിരിക്കും.
എൻ്റെ പ്രവൃത്തികൾ ക്രമീകരിക്കുവാനായിരിക്കും, എൻ്റെ സ്റ്റെപ്പുകൾ ക്രമീകരിക്കുവാനായിരിക്കും, എൻ്റെ ചിന്തകൾ ക്രമീകരിക്കുവാനായിരിക്കും. ഞാൻ പുറകോട്ട് നോക്കിയിട്ട് എന്നെ ക്രിസ്തുവിനോടുകൂടി അനുരൂപപ്പെട്ട് ആ സ്വർഗരാജ്യത്തിലേക്ക് എത്തുവാൻ വേണ്ടി ഞാൻ തന്നെ രൂപാന്തരപ്പെടുത്തുവാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെയല്ല എങ്കിൽ, ഞാൻ ദൈവത്തെ കുറ്റം പറഞ്ഞ് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അത് എതിരാളിയിൽ നിന്ന് അല്ലെങ്കിൽ സാത്താൻ്റെ കയ്യിൽ നിന്നുള്ളത് തന്നെയാണെന്ന് ഞാൻ പറയുന്നു. പ്രൈസ് ഗോഡ്. അതിനാൽ ഇന്ന് എന്നെ ആരെങ്കിലും കുറ്റം പറഞ്ഞാലോ ക്രിസ്ത്യാനികളെ ആരെങ്കിലും ഉപദ്രവിച്ചാലോ ഉടനടി പോയിട്ട് ദൈവം അതിന് പണിഷ്മെൻറ്റ് ചെയ്തു കൊടുക്കുന്നതല്ല. ദൈവം വന്നത് തന്നെ എല്ലാവരെയും, പാപികളായ എല്ലാവരെയും സ്നേഹിക്കുവാനാണ്. ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. അതിനാൽ ലോകത്തെ സ്നേഹിച്ച ദൈവം ഇന്നും ഓരോരുത്തരെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. മകനെ, മകളെ, നീയും എൻ്റെ മകനാണ്, എന്നോട് കൂടെ നീയും വസിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് ഒരു ചാൻസ് കൊടുക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ നമ്മെ ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമ്മളിലുള്ള ആ ചിന്താഗതികൾ, ദൈവം ശിക്ഷിക്കുന്ന ദൈവമാണെന്നുള്ള ചിന്താഗതികൾ മാറ്റി സ്നേഹിക്കുന്ന ദൈവമാണെന്നുള്ള ആ ഒരു വലിയ ഒരു വിവേകത്തിലോട്ട് നാം വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് യു ഓൾ.